ഹലോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ എന്നെ ചുരിദാറും ഇത്ര വലിയ കമ്മലൊക്കെ ഇട്ട് കാണുന്നുണ്ടായിരിക്കും അല്ലേ. നമുക്കിന്നൊരു പ്രോഗ്രാം ഉണ്ട് എറണാകുളത്ത്. എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പം നമുക്കിന്ന് രാവിലെ ഇപ്പം 7 മണി ആയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് 7:30 ആവുമ്പോഴേക്ക് ഇവിടുന്ന് പോകണം. അതിന് മുൻപ് എൻ്റെ അമ്മായിയമ്മ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആരാന്നുള്ളത്. അപ്പോൾ അമ്മ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ അമ്മായിയമ്മ ഉണ്ടാക്കി തന്ന കറികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ആള്, ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ എന്താ നല്ല മുരിഞ്ഞ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന ദോശ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടില്ല ആ ദോശയാണ്. പിന്നെ അതാ കോഫി ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. ഇനി നമ്മളിന്ന് പോകുന്നത് വെറൈറ്റി മോഡലാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മളെങ്ങനെ പോകുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ, പിന്നെ ഒന്ന് അണിയിച്ചൊരുക്കട്ടെ, അതൊരു ഞാൻ വരാട്ടോ. എനിക്ക് ചുരിദാർ ഇടുന്നതാണോ അതോ ഈ മോഡേൺ ഡ്രസ്സുകൾ ഇടുന്നതാണോ ഭംഗി എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ പൊട്ടൊക്കെ കുത്തി പോകുന്നത്. അത് കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഭയങ്കര സന്തോഷമൊക്കെ എൻ്റെ മുഖത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വട്ടം എറണാകുളത്തേക്ക് പോകുന്നത് KSRTCയിലാണ്. KSRTCയിൽ ഇപ്പം എന്താ പ്രത്യേകത എന്ന് നിങ്ങൾ വിചാരിക്കും, എല്ലാവരും KSRTCയിലല്ലേ പോകണേന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഈ വട്ടം പോകുന്നത്. അതായത് നമുക്ക് സാധാ KSRTC ബസ്സുകളിൽ അതിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത്, അതായത് സീറ്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. സോ വേറൊരാൾ വന്നിട്ട് എഴുന്നേക്ക് അല്ലാതുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടിയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഈ AC തിരുവനന്തപുരം ബസ്സിലാണ്. സാധാ ഫാസ്റ്റ് പാസഞ്ചറൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. ഞങ്ങൾ ഇത് എടുത്തത് കുറച്ച് ലോങ് ആയ കാരണം കൊണ്ടാണ് ഇത് എടുത്തു എന്നുള്ളൂ കേട്ടോ. KSRTCയിൽ നമ്മൾ ഒരു വട്ടം സീറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നമ്മൾ അത് തന്നെ ചെയ്യുള്ളൂ. കാരണം അത്ര സുഖമാണ്. കാരണം നമ്മളെ സീറ്റിൽ നിന്ന് ഏൽപ്പിച്ചു വിടാനൊന്നും ആരും വരില്ല. ഈ സീറ്റ് നമ്മുടെ തന്നെയായിരിക്കും. അപ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടി അതാ പോളേട്ടൻ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ എൻ്റെ ആശാന്മാരാണ് കേട്ടോ. ഇപ്പം ഇനി ഞാൻ പറയാം ഞാൻ ഇങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത്. ഞാനും പോളേട്ടനും മുത്തുണിയും എല്ലാവരും വർക്ക് ചെയ്തിരുന്നത് റാപ്പിഡ് വാല്യൂ എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരുന്നു. ഇപ്പൊ ആ കമ്പനി വേറൊരു കമ്പനി അക്വയർ ചെയ്തു. അതല്ല, ആ കമ്പനി വളരെ വലിയൊരു സ്ഥലത്ത്. അമ്മീ കുസാരി ഇത്രയും മെച്ചപ്പെട്ടോ. ഇനി ഞാൻ കാര്യം പറയാം. അപ്പോ അതിലെ എൻ്റെ ഒരു ആശാന്റെ രണ്ടാമത്തെ കുട്ടിയുടെ എന്തായിരുന്നു 28 രണ്ടാമത്തെ കുട്ടി എന്നെ ആള് വിളിച്ചു, ഞാൻ പോവുകയാണ്, അത്ര എനിക്കറിയുള്ളൂ. അതെ, അപ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെ 56 അപ്പൊ അതിനു വേണ്ടി പോവാണ്. അപ്പൊ നമ്മളെ ഇവിടെ വന്ന് പൊളേട്ടൻ പിക്ക് ചെയ്തു. ആളും എൻ്റെ ഒരു ആശാനാണ്. ഞാൻ നിന്നിരുന്ന ഞാൻ കുസാലാണ് പഠിച്ചിരുന്നത്. എൻ്റെ ഹോസ്റ്റലായിരുന്നു അവിടെ നിങ്ങൾ കണ്ടിരുന്നത്. ഇതാണ് ഞങ്ങളുടെ കാക്ക പാർക്ക്. ഓ മൈ ഗോഡ്, ഫുൾ ഓഫ് കാക്കാസ്. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അരയൻകാവിലേക്കാണ്. ഒരു ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നൂലുകെട്ടിന്റെ കുട്ടിയും കുട്ടിയുടെ അച്ഛനും ഓഡിറ്റോറിയത്തിൽ എത്തുന്നതിനേക്കാൾ മുൻപ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അനൂപേട്ടൻ. ആളുടെ രണ്ടാമത്തെ കുട്ടിയുടെ നൂലുകെട്ടിനാണ് നമ്മൾ പോയിരിക്കുന്നത്. ശരിക്കും ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഒരു ടീമിലേക്ക് അവർ അസൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഞാൻ ചെന്ന് പെട്ടത് ഈ ഒരു പുലിമടയിലേക്കായിരുന്നു. ശരിക്കും ഞാൻ വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഒരു കണ്ണ് പൊട്ടണ ചീത്തയൊക്കെ പറയും കേട്ടോ. പക്ഷെ വേറെ ടീമിന് പുറത്തുള്ള ഒരാൾ എൻ്റെ വർക്കിനെ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് ഇവർ ഒരിക്കലും സമ്മതിക്കാറില്ല. ആ സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു കണക്ഷനാണ് ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ നിലനിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മൂല്യക്കെട്ട് കർമ്മൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു. ഇപ്പോൾ ഇതൊക്കെ എൻ്റെ ഇപ്പോൾ റാപ്പിഡ് വാല്യൂയിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ് കേട്ടോ. ഇതെന്റെ ആശാനായിരുന്നു. കുറെ ചീത്ത കേട്ടിട്ടുണ്ട് ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് എനിക്ക്. എന്നെ അലങ്കോല. ഇതെന്റെ വേറൊരു ആശാൻ. ഇവരൊക്കെ ആയിരുന്നു എന്റെ ആശാന്മാര്. ഞാൻ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയിട്ട് ആദ്യമായിട്ട് കയറിയ കമ്പനിയാണ്. ഇല്ല, ആ കമ്പനി നന്നായി, വേറൊരു കമ്പനി ഏറ്റെടുത്തു. ഇപ്പൊ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഫുഡ് കഴിക്കാം. നാട്ടിലെത്തിയിട്ട് നമ്മുടെ ആദ്യത്തെ സദ്യയാണ് ഇത്. അതുകൂടാതെ എൻ്റെ ലൈഫിലെ ആദ്യത്തെ നൂലുകെട്ടിനാണ് ഞാൻ പോയിരിക്കുന്നത് കേട്ടോ.
സോ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്നെ ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ ചോദിച്ച കാര്യം പാലടി ഉണ്ടാവില്ലേ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു പാലടിയൊക്കെ ഉണ്ട്, നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ളത്. അങ്ങനെ അതാ എല്ലാം കൂട്ടി തിരുമ്മി കഴിക്കാനായിട്ട് എന്നാ ടേസ്റ്റ് ആയിരുന്നു എന്നറിയൂ. ശരിക്കും ഇവരൊക്കെ റാപ്പിഡ് വാലി വിറപ്പിച്ചിരുന്ന വീരന്മാരായിരുന്നു. ഞാൻ ഇവരൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒതുങ്ങി അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നിരുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. എസ്പെഷ്യലി കർത്തേട്ടനൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എത്രയും പെട്ടെന്ന് സീറ്റിൻ്റെ അവിടേക്കൊക്കെ എത്തും. ആ ആൾ കുട്ടിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇത്ര ലേറ്റ് വെർഷനായി എന്നുള്ളത് കാണുമ്പോഴുണ്ടല്ലോ. അതുപോലെ എല്ലാവരും കേട്ടോ ഭയങ്കരമായിട്ട് ലേറ്റായി, പിള്ളേരായി, പ്രാരാബ്ധങ്ങളായി. സോ അതിൻ്റേതായ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പരിപാടി നടന്നത് അരയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. സോ അവിടുത്തെ കുറേ കഥകളൊക്കെ അനുപേട്ടൻ പറഞ്ഞു തന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഗരുഡൻ തൂക്ക് നടക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു ഊബർ വിളിച്ചിട്ട് പോന്നു കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ അധികം ഡ്രൈവ് ചെയ്യാറില്ല, ഭയങ്കര ട്രാഫിക് കൂടി വരികയാണ്. മുത്തുണിക്ക് ശരിക്കും ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രഷർ അങ്ങ് കൂടും. അതെ എന്തുണ്ടായേ, അമ്മ പിന്നിൽ നിൽക്കുന്നുണ്ട്, അമ്മ മുന്നിലോട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ വീട് എത്തിയിട്ടുണ്ട്. ഡയറക്ഷൻ അമ്മയുടെ വകയാണ്. അമ്മക്ക് ഈ അമ്മ അപ്പനും ഇപ്പൊ കുറച്ചായി കൃഷി പൂക്കൾ ഇതിലൊക്കെയാണ്. പൂക്കള് കൃഷിയൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ കാണിച്ചു തരാം. വേറെ ഒരു സ്ഥലത്ത് കൂർക്കിയും കൊള്ളിയും പിന്നെന്തൊക്കെയാ ഉള്ളി ആള് ഇങ്ങനെ ഇഞ്ചി സാധനങ്ങളൊക്കെ ഇപ്പൊ നട്ടിട്ടുണ്ട്. മഞ്ഞളൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മള് അവിടെ ഒരു ദിവസം പോയിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ. അപ്പൊ അവിടെ വെച്ച് നമുക്ക് കൊള്ളിയൊക്കെ പറിച്ച് കുറെ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാന്താരി മുളകൊക്കെ വെച്ച് നമുക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാം. അപ്പൊ വീടെത്തി ഞാൻ. അങ്ങനെ വീടെത്തി. ഇനി വീട്ടിലെത്തിയിട്ട് നമ്മൾ ഇനി അമ്മേനെ കാണാൻ പോവാണ്. എൻ്റെ അമ്മച്ചീനെ കാണാൻ വേണ്ടി പോവാണ്. വന്നിട്ട് ഒരാഴ്ച ഇയാളെ കാണാൻ പോയിട്ടില്ല. നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഇന്നലെ പോവാന്ന് വെച്ചു. ഇന്നലെ വേറെ അധികം തിരക്കുകളുണ്ടായി. അപ്പോൾ കാലത്ത് നമ്മൾ അങ്ങോട്ട് പോയി. ഇനി നമ്മൾ എവിടേക്ക് പോകണേ? വെള്ളിക്കുളങ്ങരയ്ക്ക് പോവാണ്. വെള്ളിക്കുളങ്ങരയിലാണ് കേട്ടോ എൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മളപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി അമ്മച്ചിയുടെ അടുത്തേക്കാണ് പോയോണ്ടിരിക്കണേ. ഞാൻ കമ്മലൊക്കെ ചെറുതാക്കി മുടിയൊക്കെ കെട്ടി, എന്താ പറയുക, ഇങ്ങനെ മുടി ഇങ്ങനെ അയച്ചിടുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവില്ല. അതേപോലെ കമ്മൽ ഇങ്ങനെ തൂങ്ങി കിടക്കുക. അപ്പോൾ അതിനും പ്രശ്നമുണ്ട്. അപ്പം ഞാൻ കമ്മലൊക്കെ ചെറുതാക്കി നാലുകുട്ടിയായിട്ട് അമ്മച്ചീനെ കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. മുത്തുണ്ണി പറക്കുന്നുണ്ടല്ലോ. മുത്തുണ്ണി പറന്നുകൊണ്ടിരിക്കുകയാണ്. അടിച്ചു. അത് നമ്മൾ ഇടയിൽ വെച്ച് അടിക്കേണ്ടി വരും. അപ്പോൾ യെസ്, നമ്മൾ വീട്ടിൽ നിന്നും വെള്ളിക്കുളങ്ങരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും മുത്തുണ്ണിയ? എത്ര കിലോമീറ്റർ ഉണ്ട് വെള്ളിക്കുളങ്ങരയ്ക്ക്? 30 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പെട്രോൾ അടിക്കട്ടെ കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മളൊരു ചില്ലി യേശുവിനും കുറച്ച് ഭടന്മാരും കണ്ടു. അവർ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. ക്ഷീണിച്ച് അവശരായിട്ടാണ് കേട്ടോ അവർ പോകുന്നത്. കുറച്ച് നേരമൊക്കെ നമ്മൾ അവരെ പിന്നാലെ പിടിച്ചു. പക്ഷെ ഭയങ്കര സ്ലോ ആയ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയി. പക്ഷെ അത് കണ്ടു പോകാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തി നമ്മൾ അമ്മച്ചീനെയൊക്കെ കണ്ടു. കണ്ട ഒരു ആവേശത്തിൽ നമ്മൾ വീഡിയോൻ്റെ കാര്യമൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മറന്നു പോയിട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഷവർമ കഴിച്ചു. നമ്മുടെ നാട്ടിലെത്തിയിട്ടുള്ള ആദ്യത്തെ ഷവർമയാണ്. ശരിക്കും ഇതൊക്കെ നമ്മൾ റീൽസിലൊക്കെ കാണുമ്പോൾ കഴിക്കണം എന്ന് കൊതി പിടിച്ച് വന്നിട്ടുള്ള സാധനങ്ങളാണ്. അങ്ങനെ അതും കഴിച്ച് വീട്ടിലെത്തി. നല്ലപോലെ ടയേർഡായിട്ടുണ്ട്. അങ്ങനെ അവസാന ഷോട്ട് നമ്മൾ എടുക്കുകയാണ്. ഇതിന് അപ്പം സംസാരിക്കാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ബായ്. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ശുഭരാത്രി.